നമസ്കാരം. മാർച്ച് മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് എവരും. മാർച്ച് മാസത്തിലെ ആദ്യത്തെ ആഴ്ചയുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ചില രാശിക്കാർക്ക് കൂടുതൽ ഗുണകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതായ സമയമാണ്. പറയുന്നത് പൊതുഫലപ്രകാരം മാത്രമാകുന്നു. അതിനാൽ ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതുമാണ്. ഈ സമയം ഈ രാശിക്കാർ ചില വഴിപാടുകൾ നടത്തുന്നത് ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ഇവർക്ക് ലഭിക്കും. അഥവാ അത്തരം കാര്യങ്ങൾ ഇരട്ടി ഫലദായകമായി മാറും എന്ന് തന്നെ പരാമർശിക്കാം. ഇവർ ചെയ്യേണ്ടതായ ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. മാർച്ച് 2, 3, 4, 5, 6 എന്നീ ദിവസങ്ങളാണ് ഇവർക്ക് കൂടുതലായും അനുകൂലമായി തീരുക. ആദ്യത്തെ രാശി മേടക്കൂറാണ്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. മേടക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്കും ഗുണാനുഭവങ്ങൾ, ഗുണകരമായ മാറ്റങ്ങൾ വർദ്ധിക്കുവാൻ സാധ്യത കൂടുതലുള്ള സമയമാണ്. മനസ്സ് കൂടുതൽ സന്തോഷിക്കുന്നതായ അവസരങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. ജോലിയിൽ മികച്ചതായ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ ഇവർക്ക് സാധിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. കൂടാതെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കുടുംബത്തിൽ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. സാമ്പത്തിക സ്ഥിതി അനുകൂലമായി തീരുന്ന സാഹചര്യം. കൂടാതെ ഈ സമയം ചില വ്യക്തികൾ മൂലം സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. ജോലിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു എന്ന് വരാം. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കും. മനസ്സന്തോഷം ജീവിതത്തിൽ വർദ്ധിക്കുന്നതായ സമയമാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സംഭവിക്കുന്നതായ ചില വിഷമങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും. ചില വ്യക്തികൾ മൂലം അപ്രതീക്ഷിതമായി ധനപരമായ നേട്ടങ്ങൾ, ധനപരമായ ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കർക്കിടകക്കൂറ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം, അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർ. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസങ്ങൾ ഇവർക്ക് അനുകൂലമായി തീരുവാൻ സാധ്യത വളരെ കൂടുതലാണ്. സന്തോഷവും സമാധാനവും ജീവിതത്തിൽ നിലനിൽക്കുന്നതായ സാഹചര്യം. കുടുംബത്തിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. മനസമാധാനം ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ആരോഗ്യ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നിങ്ങൾ പുലർത്തണം. സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് മികച്ചതായി തീരുന്ന സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. മാനസിക ആരോഗ്യം മികച്ചതായി തീരും. സന്തോഷകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ജോലിയിൽ ഉയർച്ചയ്ക്കുള്ള അവസരങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ്. സാമ്പത്തിക സ്ഥിതി മികച്ചതായി തീരും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും പുലർത്തുവാൻ സാധിക്കുന്നതായ ദിവസങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ജോലി സംബന്ധമായി ചില പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്യുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ഗുണാനുഭവങ്ങൾ ജോലി സംബന്ധിച്ച് വന്നു ചേരുന്നതായ സമയമാണ്. പല വിധത്തിലുള്ള നേട്ടങ്ങൾ തൊഴിലുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. ആരോഗ്യ കാര്യത്തിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടതായ സമയം കൂടിയാണ് ഇത്. സന്താന സൗഭാഗ്യം, പ്രത്യേകിച്ചും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ യാത്രകൾ ധാരാളമായി ചെയ്യുവാനോ യാത്രകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനോ സാധ്യത കൂടുതലാണ്. പുതിയ ആശയങ്ങൾ കൊണ്ടുവരുവാനോ മനസ്സിൽ ചിന്തിക്കുന്നതായ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുവാനോ സാധിക്കും. ഇത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്ന സാഹചര്യം തന്നെയാണ് നിങ്ങൾക്കുള്ളത്. പൊതുവിൽ ഈ സമയം ശുഭകരമാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുവാൻ ശ്രമിക്കുക. ചിങ്ങക്കൂറ്.
ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പല വിധത്തിലും മാറ്റങ്ങൾ വന്ന് ചേരുന്നതായ സമയം, പല കാര്യങ്ങളിലും മന്ദത അനുഭവപ്പെടുന്നതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. സന്തോഷകരമായ പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. സാമ്പത്തികപരമായ നേട്ടങ്ങൾ കടന്ന് വരാവുന്നതുമാണ്. ഈ സമയം പ്രതീക്ഷിക്കാതെ തന്നെ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതായ സമയമാകുന്നു. അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്ന് ചേരാവുന്നതായ സമയമാണ്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. അനുകൂലമായ ഫലങ്ങൾ നാൾക്ക് നാൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതൽ തന്നെയാണ്. വരുമാനം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. എന്നാൽ ചിലവിന്റെ കാര്യത്തിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടതായ സാഹചര്യമുണ്ട്. സാമ്പത്തിക പ്രതിസന്ധികളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളെ എത്തിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അനാവശ്യമായ ആശങ്കകൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ അതിനെ മികച്ച രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ധനപരമായ നേട്ടങ്ങളും മറ്റ് അനുകൂലമായ സാഹചര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യമാണ് ഉള്ളത്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം, അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർ. വൃശ്ചികക്കൂറുകാർക്ക് കാര്യങ്ങൾ അനുകൂലമായി മാറുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. ജീവിതത്തിൽ അനുകൂലമായ ചില സാഹചര്യങ്ങൾ വന്നു ചേരാം. ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നാൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. പല വിധത്തിലും ആശങ്കകൾ ജീവിതത്തിൽ വന്നു ചേരും എങ്കിൽ പോലും അത്തരം കാര്യങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ആവശ്യങ്ങൾ നിവർത്തിക്കുവാനുള്ള ധനം പല വഴികളിലൂടെയും ജീവിതത്തിലേക്ക് വന്നു ചേരാം. വരുമാനം അനുസരിച്ച് പണം ചെലവാക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പല വിധത്തിലും ജീവിതത്തിൽ തടസ്സങ്ങൾ വന്നു ചേരാം. എന്നാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങുകയാണ് എങ്കിൽ തടസ്സങ്ങളെ ഇല്ലാതാക്കുവാൻ സാധിക്കും. സാമ്പത്തിക സ്ഥിതിയിൽ മികച്ചതായ സമയം തന്നെയാണ് ഇത്. പല കാര്യങ്ങളും ശ്രദ്ധയോടെ ചെയ്യേണ്ടതായ സമയം. തീരുമാനങ്ങൾ എന്നാൽ ശരിയായ രീതിയിൽ കൈക്കൊള്ളുവാൻ സാധിക്കുന്ന അത്തരത്തിൽ അനുകൂലമായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, ഗുണാനുഭവങ്ങൾ വർദ്ധിക്കാവുന്നതുമാണ്. കൂടാതെ ഈ സമയം അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. പ്രതിസന്ധികൾ തരണം ചെയ്ത് ഉത്തരവാദിത്തങ്ങൾ ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതുമാണ്. എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. അത്തരം ചില കാര്യങ്ങൾ ഒഴിവാക്കണം എന്ന ഉൾവിളി മനസ്സിൽ വന്ന് ചേരാവുന്നതുമാണ്. അത്തരം കാര്യങ്ങൾക്ക് അല്പം ശ്രദ്ധ അല്ലെങ്കിൽ പ്രാധാന്യം നൽകുക. എന്നാൽ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഈ ദിവസങ്ങൾ നിങ്ങൾക്ക്, ഈ നക്ഷത്രക്കാർക്ക് പൊതുവിൽ അനുകൂലം തന്നെയാകുന്നു. ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും നിങ്ങൾ ആരാധിക്കണം. കൂടാതെ അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്തുകയും രക്തപുഷ്പാഞ്ജലിയും കടുംപായസ വഴിപാടും നടത്തി പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. പരമശിവന് കൂവളമാലയും മഹാവിഷ്ണു ഭഗവാന് തുളസിമാല ചാർത്തി പ്രാർത്ഥിക്കുന്നതും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകും. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്.